உனக்கு என்னடி குறைச்சல்? அழகு இல்லையா, அந்தஸ்து இல்லையா? காங்கேயன் கால மாதிரி ஜிக்குன்னு இருக்கா. என்னடி பிரச்சனை உனக்கு? அப்ப எனக்கு ஒரு பையனை பிடிக்கும். நீங்க என்ன சொன்னாலும் நான் அவனை தான் கல்யாணம் பண்ணுவீங்க. பங்காளி, வரும் புதன்கிழமை நீங்க அங்க வந்துடு. அந்த நேரம் ஐயோ, அது உங்க போன் ஐயா. அப்பா, என்னால அவனை மறக்க முடியாதப்பா. இந்த நாள் வரைக்கும் நீங்க சொல்ற மாதிரி தான் நான் கேட்டிருக்கேன். இந்த விஷயம் நான் சொல்ல நீங்க கொஞ்சம் கேளு. உங்க ஆசீர்வாதத்தோட தான் நாங்க கல்யாணம் பண்ணிக்கணும். மண்ணாங்கட்டி ஆசீர்வாதம். இந்த முகூர்த்தத்துல உனக்கு கல்யாணம். நான் சொல்றவனுக்கு தான் நீ கழுத்து. அதே நேரத்துல நான் சொல்ற நீங்களும் கொஞ்சம் கேளுப்பா. என் கழுத்துல தாலி ஏறணும்னா அது எனக்கு பிடிச்சவன் தான் இருக்கணும். உங்களை மாதிரி கௌரவம் வைராகியம் எனக்கும் இருக்கு. ஏன்னா நான் உங்க பொண்ணு. என் பொண்ணுதான். அடியே ஜபார், இவன் கூட தான் உனக்கு கல்யாணம். வீட்டை விட்டு வெளியே போன உன்னை வெட்டி புதைச்சிருவேன். ஏய் வண்டியடா. എന്റെ കയ്യിലില്ല. ആയിരിക്കണ കണ്ട അങ്ങേരത്തുണ്ടാവും. പണിക്കാരനാ. താങ്ക്സ് ബ്രോ. ആ ബ്രോ. ചേട്ടാ തീപ്പെട്ടി ഉണ്ടോ ചേട്ടാ? ഉണ്ടാ തീപ്പെട്ടി? ഇല്ല. ഇല്ലേ? അപ്പൊ ഒന്ന് സ്മോക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ എന്താ വഴി? ഞാൻ സ്മോക്ക് ചെയ്യാറില്ല. നോ 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 നോ, യു ആർ ലൈങ്. ചേട്ടനെ കണ്ടെത്താൻ അറിഞ്ഞൂടെ? ഇരുന്ന് ഇരിപ്പി 2 പാക്കറ്റെങ്കിലും വലിച്ചു. ചെറുതാ, ഇത് മതിയാവൂ? ഇതൊക്കെ മതിയടപ്പനെ. എക്സ്ക്യൂസ് മീ. കർത്താവിന്റെ തീപ്പെട്ടി. അയ്യോ, ഇപ്പോഴൊരാശ്വാസമായി. ഈ തണുപ്പത്ത് ഇതിലാ പറ്റൂല. നല്ല ദേഹം അനങ്ങിയാലും മതി. അപ്പൊ ശരി, ഇനി താമസിച്ചാ തണ്ടപ്പടിയും കൊണ്ടുവരും. നമ്മക്കിനിയും കാണണാട്ടാ, എനിക്ക് ആവശ്യമുണ്ട്. കൊള്ളത്താടി കൊണ്ടവരെയും കണ്ടോ? കാണണം. കണ്ടിരിക്കും. ഇവന്റെ അഡ്മിഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് വന്നേട്ടോ. ശരി, ഓക്കെ. ജോയി ഫാദറേ ഇപ്പൊ വരൂട്ടാ. ഓക്കെ. നമസ്കാരം. ദൈവമേ, താടി ഇയാളെന്താ ഈ വേഷത്തില്? കൊലുസൂമ്പി. ഫാദർ, ഞാൻ വിളിച്ചിരുന്നു. ഇവന്റെ അഡ്മിഷന്റെ കാര്യം ഒരിക്കലും നടക്കില്ല. ഇവന്റെ അഡ്മിഷന്റെ കാര്യം ഒരിക്കലും നടക്കില്ലെന്ന്. എന്തു പറ്റി ഫാദർ? അപ്പൊ എങ്ങനെയാട്ടാ ഇവിടെ സ്റ്റഫ് കിട്ടുമോ? എന്താ സ്റ്റഫേ? മനസ്സിലായില്ല. ചടയൻ. ഇല്ല. ആ ഒരൊറ്റ പ്രതീക്ഷയല്ല ഞാനിവിടെ വന്നത്.
എല്ലാം ഓക്കെ ഇല്ലേ? സർ, ഇതൊരു പവിത്രമായ സ്ഥാപനമാണ്. ഇവിടെ താമസിക്കുന്ന ഓരോരുത്തരും എന്റെ കുഞ്ഞുങ്ങളാണ്. നല്ല കുടുംബത്തിൽ നിന്നും വന്ന അവർ വളരെ ചിട്ടയോടും അച്ചടക്കത്തോടും കൂടിയാണ് ഇവിടെ കഴിയുന്നത്. അങ്ങനെയുള്ള ഈ സ്ഥാപനത്തിൽ ഇവനെപ്പോലെ ഒരുത്തൻ എങ്ങനെ ഞാൻ അഡ്മിഷൻ കൊടുക്കും? നഞ്ച് എന്തിനു നന്നാഴി? ഇതെന്റെ ഹോസ്റ്റലാ. ഇവിടെ ആരെന്ത് ചെയ്താലും ഞാൻ അറിയും. എന്നെ പറ്റിക്കാൻ ആർക്കും കഴിയില്ല. എന്നാ നിങ്ങൾ വിട്ടാട്ടെ, പ്രാർത്ഥനയ്ക്ക് സമയമായി. നീ വീട്ടിലോട്ട് വാടാ. ശരി ഫാദർ. ഒന്ന് നിന്നേ. മകന്റെ TC കോളേജിൽ തയ്യാറായിരിപ്പുണ്ട്. പോകുമ്പോൾ അതുകൂടെ മേടിച്ചോണ്ട് പൊയ്ക്കോ.